എല്ലാവർക്കും ഷേപ്പ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കുന്നത് കേരള പോലീസിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ആവശ്യകത അറിയാം. ഇന്നിപ്പോൾ കേരളത്തിൽ ലൈവായിട്ട് നിൽക്കുന്ന ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് കേരള പോലീസ്. ഇപ്പോൾ കൊറോണ കാലമാണ്, അതുകൊണ്ട് ആരോഗ്യ വകുപ്പും പോലീസ് വകുപ്പും കിണഞ്ഞ് പരിശ്രമിച്ചാണ് ഇതൊരു തരത്തിൽ നിയന്ത്രണത്തിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പങ്ക് തുത്യർഹമാണ്, അത് നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ കേരള പോലീസ് നമുക്ക് പ്രാധാന്യമർഹിക്കുന്നത്. അപ്പോൾ കേരള പോലീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യം അറിഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് PSCയിലെ ഒരു ചോദ്യത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. ഏതായാലും നമുക്ക് കേരള പോലീസിനെ കുറിച്ച് അറിയാം. അപ്പോൾ നമുക്ക് പോലീസിൻ്റെ ആ ചരിത്രം എടുക്കുമ്പോൾ തിരുവിതാംകൂർ വരെ പോകണം. 1809, അതായത് കാവൽ എന്ന പേരിൽ പോലീസ് സേന ഉണ്ടാക്കിയത് തിരുവിതാംകൂറിലാണ്. അതായത് ഉമ്മിണി തമ്പിയുടെ കാലത്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ അത് മുതൽ ഇങ്ങോട്ട് പോവുകയാണ്. പിന്നെ കേരളത്തിനായിട്ടൊരു പോലീസ് സേന ഉണ്ടായത് 1956 കേരളത്തിൻ്റെ പോലീസായിട്ട് ഒരു പോലീസ് സേന ഉണ്ടാകുന്നത് 1956. അപ്പോൾ കാവലിൽ നിന്ന് കേരള പോലീസിലേക്കുള്ള 1809 കാവൽ വന്നത്. അതിനുശേഷം 1956 കേരളത്തിൻ്റേതായ പോലീസ് നിലവിൽ വന്നു. ആ പോലീസിൻ്റെ ചില പ്രത്യേകതകളും ചില പദ്ധതികളും ചില പരിപാടികളും മാത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ഭംഗിയായിട്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും നമുക്കൊരു ചോദ്യം അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാം. നേരെ പോലീസിലേക്ക്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. YouTube/ഷേപ്പ് PSC ഓൺലൈൻ ഇതടിച്ചു കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് എടുത്ത് കാണുകയും ചെയ്യാം. ഏതായാലും ശ്രദ്ധിക്കുക. കേരള പോലീസ് ചില പ്രത്യേകതകൾ നോക്കുക. കേരള പോലീസിൻ്റെ ആസ്ഥാനം നമുക്കറിയാം. പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. പോലീസിൻ്റെ തലപ്പത്ത് ഉള്ള ഉദ്യോഗസ്ഥൻ ചോദിക്കാം, അത് DGP ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ DGP ആരാണ്? അത് T. അനന്തശങ്കര അയ്യറാണ് ആദ്യത്തെ DGP. നോക്കുക, ആദ്യത്തെ DGP എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് DGP എന്നാക്കിയത് 1981 DGP എന്നുള്ള പേര് ആയത്. അതിനു മുമ്പ് അത് IG ആണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ IG ആരെന്നുള്ള ചോദ്യം വരാം. ആ ചോദ്യത്തിന് അത് N. ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു സ്റ്റേഡിയം ഉണ്ട്, ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം, തിരുവനന്തപുരത്താണ്. എന്തായാലും അറിയുക, പോലീസിൻ്റെ തലപ്പത്ത് വന്ന, അതായത് 1956 പോലീസ് സേന കേരളത്തിനായിട്ടുണ്ടായത്. അതിനു മുമ്പ് കാവൽ എന്നൊരു രീതിയാണ്, ഒരു പോലീസ് സേനയാണ് തിരുവിതാംകൂറിനുണ്ടായിരുന്നത്. 1809 അത് നിലവിൽ വന്നത്. ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഈ പോലീസിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണെങ്കിലും കേരളത്തിലെ ആദ്യ DGP, അതായത് DGP, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കേരളത്തിലെ ആദ്യ പോലീസ് തലവൻ ആരെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇദ്ദേഹത്തിൻ്റെ N. ചന്ദ്രശേഖരൻ നായരാണ്. അദ്ദേഹം IG എന്ന പേരിൽ, ഇൻസ്പെക്ടർ ജനറൽ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. IG ആയിരുന്നു. അപ്പോൾ IG എന്നുള്ള പേര് മാറ്റി അത് DGP ആയത് 1981. അങ്ങനെ ആദ്യത്തെ DGP ആരെന്ന് ചോദിച്ചാൽ അത് T. അനന്തശങ്കര അയ്യറാണ്. ഇപ്പോഴത്തെ DGP ആരെന്ന് ചോദിച്ചാൽ അറിയാം, ലോക്നാഥ് ബെഹ്റയാണ് ഇപ്പോഴത്തെ DGP. അത് നമുക്കറിയാം. ഇനി ഈ മലബാർ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി മലബാറിൽ ഒരു സ്പെഷ്യൽ പോലീസ് സേനയ്ക്ക് രൂപം നൽകിയിരുന്നു. അതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിക്കാം, അത് മലപ്പുറത്താണ്. MSP, മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണെന്നറിയാം. അത് രൂപീകൃതമായത് നമുക്കറിയാം 1921 മലബാർ ലഹള. അത് ഓർത്തിരുന്നാൽ മതി. മലബാർ ലഹളയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ പോലീസിനെ നിയമിച്ചത്. അതിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണെന്ന് കൃത്യമായിട്ട് അറിയുക. ഇനി മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആദ്യ കമാൻഡൻ്റ് ആരാണ്? അത് ഹിച്ച്കോക്ക് ആണെന്നറിയുക. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ, അത് അറിയാതെ ബ്രിട്ടീഷുകാരനാണ്. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആദ്യ കമാൻഡൻ്റ്, തലവൻ പറഞ്ഞാൽ ഹിച്ച്കോക്ക് ആണെന്നറിയുക. അപ്പോൾ നോക്കുക, ആധുനിക പോലീസിൻ്റെ പിതാവ് ആര്? വേണേൽ ഒരു ചോദ്യം വരാം. ആധുനിക പോലീസ് സേനയുടെ പിതാവ് റോബർട്ട് പീൽ ആണെന്നറിയുക. റോബർട്ട് പീൽ, അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ആധുനിക പോലീസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റോബർട്ട് പീലാണ്. ഇനി അറിയുക, ആദ്യത്തെ വനിതാ സബ് ഇൻസ്പെക്ടർ ആരാണ്? യെസ്, കൗതുകമുള്ളൊരു ജാതി. ഇപ്പോൾ അത് പുതുമയല്ല, പക്ഷേ അന്ന് വളരെ പുതുമയായിരുന്നു. ആദ്യമായിട്ടൊരു വനിതാ സബ് ഇൻസ്പെക്ടർ വരുന്ന പോലീസിലേക്ക്. അവർ പത്മിനിയാണ്. ആദ്യത്തെ വനിതാ സബ് ഇൻസ്പെക്ടർ പത്മിനി. കേരള പോലീസിൻ്റെ ആത്മഹത്യാ പ്രതിരോധ സെല്ലുണ്ട്. ആത്മഹത്യയെ പ്രതിരോധിക്കാനുള്ള സെല്ലുണ്ട്. അതിൻ്റെ പേര് പ്രത്യാശ എന്നാണ്. പ്രത്യാശ.
ആത്മഹത്യാ പ്രവണത കണ്ടെത്തി നേരത്തെ തന്നെ അത് തടയുക, അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കുക. ഇതൊക്കെ ഈ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതിന് കേരള പോലീസിൻ്റെ ആത്മഹത്യാ പ്രതിരോധ സെല്ലാണ്. ആ സെല്ലിൻ്റെ പേര് പ്രത്യാശ എന്നാണ്. ഓർത്തിരിക്കുക, പ്രത്യാശ. ഇനി കേരളത്തിലെ ആദ്യത്തെ വിരലടയാള ബ്യൂറോ, ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ നിലവിൽ വന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണെന്നറിയാം. ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ നിലവിൽ വന്നത്. കേരള പോലീസിലെ ജലപീരങ്കിയുണ്ട്. അത് ബഹളക്കാരെയൊക്കെ നേരിടാൻ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. സമരത്തിൻ്റെ ഇടയിലോ ബഹളത്തിൻ്റെയൊക്കെ ഇടയിലോ ഈ ജലപീരങ്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അത് ആദ്യത്തെ ജലപീരങ്കി എന്ന് പറയുന്നത് വരുണാണ്, വരുൺ. ഇനി തീരദേശ സംരക്ഷണത്തിനായുള്ള കേരള പോലീസിൻ്റെ ബോട്ടുണ്ട്. അത് ഇൻ്റർസെപ്റ്ററാണ്. ഇൻ്റർസെപ്റ്റർ, കേരള പോലീസിൻ്റെ തീരദേശ പരിപാലനത്തിനായുള്ള ബോട്ടാണ് ഇൻ്റർസെപ്റ്റർ. മറന്നു പോകാതിരിക്കുക, ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവത്കൃത പോലീസ് സ്റ്റേഷൻ ഏതാണ്? പേരൂർക്കട, തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനാണ് ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർവത്കൃത പോലീസ് സ്റ്റേഷൻ പേരൂർക്കട, തിരുവനന്തപുരം. കേരള പോലീസിൻ്റെ റോഡ് സുരക്ഷാ പരിപാടിയുടെ ഒരു ചിഹ്നമുണ്ട്. പപ്പു എന്ന സീബ്ര കുട്ടിയാണ് ആ ചിഹ്നം. റോഡ് സുരക്ഷാ പദ്ധതിയുടെ, ഇപ്പോൾ സീബ്ര ലൈനാണ് മിക്കവാറൊക്കെ വരച്ചിരിക്കുന്നത്, നിങ്ങൾ കണ്ടു കാണാം റോഡിൽ. എന്തായാലും റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഒരു ചിഹ്നം അവർ വികസിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചിഹ്നം എടുത്തിട്ടുണ്ട്. അത് സീബ്ര കുട്ടിയുടെയാണ്. അതിൻ്റെ പേര് പപ്പു എന്ന്. അപ്പോൾ പപ്പു എന്ന സീബ്ര കുട്ടിയാണ് ഈ റോഡ് സുരക്ഷാ പരിപാടിയുടെ ചിഹ്നമായിട്ടിരുന്നത്. കേരളത്തിലെ പോലീസ് നിയമം വന്നതെന്നാണ്. അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കേരള പോലീസ് ആക്ട് 1960 അറിയുക. കേരള പോലീസ് ആക്ട് 1960. ഈ 2011 അത് വീണ്ടും പരിഷ്കരിക്കേണ്ടത്. പരിഷ്കരിച്ച പോലീസ് ആക്ട് വന്നത് 2011. ഇത് നമ്മളിതറിയുക. കേരള പോലീസ് നിയമം നിലവിൽ വന്നത് 1960 അറിയുക. അപ്പോൾ 2-3 കാര്യങ്ങൾ ഓർത്തിരിക്കുക, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്താണ് പ്രത്യാശ എന്നറിയുക, എന്താണ് വരുണെന്നറിയുക, എന്താണ് ഇൻ്റർസെപ്റ്റർ എന്നറിയുക, പേരൂർക്കടയിലുള്ള പ്രത്യേകത എന്താണ്. ഒത്തിരി പ്രത്യേകതയുണ്ട്. എന്തായാലും കേരളത്തിലെ ആദ്യ കമ്പ്യൂട്ടർവത്കൃത പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് ചോദിക്കാം. അത് പേരൂർക്കട പോലീസ് സ്റ്റേഷനാണ്. അതുപോലെ തന്നെ റോഡ് സുരക്ഷാ പരിപാടിയുടെ പദ്ധതിയുടെ ചിഹ്നം എന്താണ് എന്ന് ചോദിക്കാം. അത് പപ്പു എന്ന സീബ്ര കുട്ടിയാണ്. ഇനി മറ്റൊരു ചോദ്യം വളരെ പ്രാധാന്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഈ പോലീസിൻ്റെ ആപ്തവാക്യം എന്താണ്? പോലീസിൻ്റെ ആപ്തവാക്യം നമ്മുടെ ആരംഭ സ്ലൈഡിൽ തന്നെ ഇതുണ്ട്. മൃദുഭാവേ ദൃഢകൃതേ എന്നാണ്. മൃദുഭാവേ ദൃഢകൃതേ, ഭാവത്തിൽ മൃദുവായിരിക്കുക, അതായത് പെരുമാറ്റത്തിലും പ്രവൃത്തിയിലുമൊക്കെ വളരെ മൃദുവും മാന്യവുമായിരിക്കുക. എന്നാൽ ദൃഢകൃതേ, കർമ്മങ്ങളിൽ ദൃഢത പാലിക്കുക, കർശനമായ കർമ്മങ്ങൾ, നിയമങ്ങൾ നടപ്പിലാക്കുക. അതുപോലെ അത് വളരെ മയത്തോടും വിനയത്തോടും സ്നേഹത്തോടും ഒക്കെ ആയിരിക്കുക. അപ്പോൾ മൃദുഭാവേ ദൃഢകൃതേ, അതാണ് പോലീസിൻ്റെ ആപ്തവാക്യം. കൃത്യമായിട്ട് അറിയുക. അത് ചോദിക്കുന്നുണ്ട്, പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അതൊന്നുകൂടെ അറിയുക. പോലീസിൻ്റെ ആപ്തവാക്യം മൃദുഭാവേ ദൃഢകൃതേ എന്നതുള്ളതാണെന്ന് അറിയുക. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി ഭംഗികളുണ്ട്. കാരണം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. അപ്പോൾ കേരളത്തിലെ, പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അത് കോഴിക്കോട് പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യ വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഏതാണ്? ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ അത് മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അറിയുക, കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണെന്ന് അറിയുക. കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ ഇടുക്കി ജില്ലയിലുള്ള മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ പോലീസ് സ്റ്റേഷൻ എന്നറിയുക. അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ സ്കൂൾ തല നിയമബോധന അച്ചടക്ക പരിശീലന പരിപാടിയുണ്ട്. അതെ, SPC എന്നറിയപ്പെടുന്ന സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. അത് കേരള പോലീസിൻ്റെ സ്കൂൾ തലത്തിലുള്ള നിയമബോധന അച്ചടക്ക പരിശീലന പരിപാടിയാണ് SPC അല്ലെങ്കിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്. അതാദ്യമായിട്ട് നിലവിൽ വന്നത് കോഴിക്കോട് ജില്ലയിലാണ്. 2010 അത് നിലവിൽ വന്നതെന്നും അറിയുക. അത് നേതൃത്വം കൊടുത്തത് P. വിജയൻ എന്നുള്ള പോലീസ് ഓഫീസറാണ് അതിന് നേതൃത്വം കൊടുത്തതെന്ന് അറിയുക. P. വിജയൻ, അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ കോഴിക്കോടാണ്. 2010 ഓഗസ്റ്റ് 2 അത് നിലവിൽ വന്നതെന്നും അറിയുക. അപ്പോൾ SPC അറിയുക. അത് കേരള പോലീസിൻ്റെ സ്കൂൾ തല നിയമബോധന അച്ചടക്ക പരിശീലന പരിപാടിയാണ്. ഇനി 1-2 കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതായത് കേരള പോലീസിൻ്റെ കുറച്ച് പദ്ധതികളും പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മളൊന്നറിയണം.
ഒന്ന് ജനമൈത്രി സുരക്ഷാ പദ്ധതിയാണ്. കേരള പോലീസിൻ്റെ വളരെ ആകർഷകമായൊരു പദ്ധതിയാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി. എന്താണത്? പൊതുജനങ്ങളുടെ സഹകരണത്തോടെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് രൂപീകൃതമായ പദ്ധതിയാണ് ജനമൈത്രി സുരക്ഷാ പദ്ധതി. പൊതുജനങ്ങളുടെ സഹായത്തോടെ കുറ്റകൃത്യങ്ങളെ തടയുക വളരെ നല്ലൊരു കാര്യമാണ്. അത് ജനമൈത്രി സുരക്ഷാ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ സ്മൈൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. സ്മൈൽ ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന പദ്ധതിയാണ് ഈ സ്മൈൽ എന്ന് പറഞ്ഞാൽ. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സ്മൈൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം കേട്ടോ. സ്മൈൽ ഓപ്പറേഷൻ സ്മൈൽ എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്, അതും കൂടി ഓർക്കണം. അത് കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സ്മൈൽ. സ്മൈൽ എന്താണ്? ഓപ്പറേഷൻ സ്മൈൽ എന്താണ്? സ്മൈൽ എന്ന് പറഞ്ഞാൽ ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകുന്ന ഒരു പദ്ധതിയാണ് സ്മൈൽ. എന്നാൽ ഓപ്പറേഷൻ സ്മൈൽ എന്ന് പറഞ്ഞാലോ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സ്മൈൽ. അത് രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ പഠിച്ചിരിക്കണം. കൃത്യമായിട്ടത് ഓർമ്മയിൽ ഉണ്ടാകുകയും വേണം. ഡിഫറൻസ് ബിറ്റ്വീൻ സ്മൈൽ ആൻഡ് ഓപ്പറേഷൻ സ്മൈൽ. സ്മൈൽ മീൻസ് ഈ ദേശീയപാതയിൽ അപകടത്തിൽപ്പെടുന്ന ആളുകൾക്കുള്ള പ്രാഥമിക ശുശ്രൂഷയാണ്. മറ്റേ ഓപ്പറേഷൻ സ്മൈലോ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള കേരള ഗവൺമെൻറ് പദ്ധതിയാണ്, അല്ലെങ്കിൽ പോലീസിൻ്റെ പദ്ധതിയാണ് ഏത്? ഓപ്പറേഷൻ സ്മൈൽ എന്ന് പറഞ്ഞ്. തീർച്ചയായിട്ടും അത് അറിയുക. അടുത്തത് നോക്കുക. പോലീസിൻ്റെ മറ്റൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഭായി. അത് പോലീസല്ല, വാസ്തവത്തിൽ അത് വിവിധ നഗരങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനുള്ളതായി നടത്തുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ പരിശോധനയാണ് ഈ ഓപ്പറേഷൻ ഭായി. അറിയുക. അന്യസംസ്ഥാന തൊഴിലാളികളായാലും എങ്ങനെയായാലും പല നാട്ടിൽ നിന്നും പല കരയിൽ നിന്നുമൊക്കെ ഈ നിരോധിത വസ്തുക്കൾ നാട്ടിലേക്ക് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അത് നഗരങ്ങളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിവിധ നഗരങ്ങളിൽ എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിരോധിത ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഭായി എന്നറിയുക. ഇനി എന്താണ് ഓപ്പറേഷൻ വാത്സല്യം? കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യം. കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള കേരള ഗവൺമെൻറ് രൂപം നൽകിയ പദ്ധതി. മറ്റേ ഞാൻ ഓപ്പറേഷൻ സ്മൈൽ പറഞ്ഞ് അത് എന്താണെന്നാണ് ഇത് ചെയ്തത്. ഓപ്പറേഷൻ സ്മൈൽ അത് പോലീസ് ആരംഭിച്ച പദ്ധതിയാണ്, കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ സ്മൈൽ. അതുപോലെ തന്നെ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യം എന്ന് അറിയുക. ഇനി ഓപ്പറേഷൻ കുബേരയുണ്ട്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓപ്പറേഷൻ കുബേര അതായത് നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് പണം നൽകുന്ന ബ്ലേഡ് മാഫിയയെ പിടികൂടാൻ പോലീസ് നടത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേരൻ ബ്ലേഡ് മാഫിയയാണ്. ബ്ലേഡ് മാഫിയയുടെ വലയിൽപ്പെട്ടാൽ അത് പിന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത പരിസ്ഥിതി വരും. അങ്ങനെ ഓപ്പറേഷൻ കുബേര മൂലം നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് പണം നൽകുന്ന ബ്ലേഡ് മാഫിയയെ പിടികൂടാൻ പോലീസ് നടത്തിയ പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര എന്ന് അറിയുക. മറ്റൊരു പരിപാടിയാണ് ക്രൈം സ്റ്റോപ്പർ. അത് പേര് വെളിപ്പെടുത്താതെ തന്നെ ഈ കുറ്റകൃത്യങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംവിധാനമാണ്. പേര് വെളിപ്പെടുത്താതെ കുറ്റകൃത്യങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംവിധാനം. പലപ്പോഴും നമ്മൾ കുറ്റകൃത്യങ്ങൾ കണ്ടാൽ കണ്ണടയ്ക്കുന്നത് അത് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകണം, നൂലാമാലയാകും, പുലിവാലാകും, ഇതെല്ലാം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടുന്നുള്ള ക്രൈം സ്റ്റോപ്പ് ചെയ്യാനുള്ള ക്രൈം സ്റ്റോപ്പറിൻ്റെ ഉദ്ദേശം തന്നെ ആരെയും പേര് വെളിപ്പെടുത്തേണ്ട, പേര് വെളിപ്പെടുത്താതെ തന്നെ ആ കുറ്റകൃത്യങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന സംവിധാനമാണ് ക്രൈം സ്റ്റോപ്പർ. ഇനി ഓപ്പറേഷൻ ബിഗ് ഡാഡി ഉണ്ട്. എന്താണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി? ഓൺലൈൻ പെൺവാണിഭത്തെയും കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെയും പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങളും തടയുന്നതിനുള്ള പോലീസിൻ്റെ രഹസ്യ നീക്കമാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി. ഓൺലൈൻ പെൺവാണിഭം, അതുപോലെ തന്നെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ, ഇവയൊക്കെ തടയുന്നതിനുള്ള പോലീസിൻ്റെ രഹസ്യ നീക്കമാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡി എന്ന് അറിയുക. അപ്പോൾ പോലീസിനെക്കുറിച്ച് അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് നാളെ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണെന്ന് അറിയുക. ഇനി പോലീസിൻ്റെ പരിശീലന ഒരു കേന്ദ്രമുണ്ട്, അതൊന്നറിയാം. പോലീസ് പരിശീലന കേന്ദ്രം പോലീസ് അക്കാദമി ഉണ്ട്. പോലീസ് അക്കാദമി നിലനിൽക്കുന്നത് രാമവർമ്മപുരത്താണ്, തൃശ്ശൂർ. അതൊന്ന് നോട്ട് ചെയ്യണം. തൃശ്ശൂർ രാമവർമ്മപുരത്താണ് പോലീസ് അക്കാദമി
സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരള പോലീസ് മ്യൂസിയം എവിടെയെന്ന് ഒരു ചോദ്യം വരാം. അത് കൊല്ലത്താണെന്നറിയുക. അതിൻ്റെ പേര് സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എന്നാണ് പേര്. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിക്കാം. അത് കൊല്ലത്താണ്. അല്ലെങ്കിൽ പോലീസ് മ്യൂസിയത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാം. സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം എന്നാണ് എന്ന് അറിയുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് നല്ലപോലെ ഇത് ചെയ്യുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷ വളരെയധികം പ്രാധാന്യത്തോടെ പോലീസ് കൈകാര്യം ചെയ്യുന്ന ഒന്നാണെന്ന് അറിയാം. ഈ സ്ത്രീ സുരക്ഷാ സർവീസ് അതിൻ്റെ മുൻനിർത്തി കേരള സർക്കാർ ആരംഭിച്ച വനിതാ പോലീസ് പെട്രോളിംഗ് സർവീസുണ്ട്. ഈ പെട്രോളിംഗ് സർവീസ് അറിയപ്പെടുന്നത് പിങ്ക് പെട്രോൾ എന്നാണ്. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് തിരുവനന്തപുരം നഗരത്തിലാണ് ആദ്യമായിട്ടത് നിലവിൽ വന്നത്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഈ പിങ്ക് പെട്രോൾ സർവീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് അത് ചോദിക്കാം. 1515 1515 പിങ്ക് പെട്രോളിംഗ് സർവീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1515. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നല്ലപോലെ പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും അത് ഗുണപ്രദമാകുമെന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.